ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊന്ന് ചെനക്കത്തൂർ വരെ പോയി വന്നാലോ? ചെനക്കത്തൂർ പൂരത്തിനോടനുബന്ധിച്ച് എക്സിബിഷൻ നടക്കാൻ തുടങ്ങി കുറേ ആയി. പോകണം എന്ന് വിചാരിക്കുന്നല്ലാതെ പോലും നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. ഇന്നാണെങ്കിൽ ചെനക്കത്തൂർ പൂരത്തിൻ്റെ തലേ ദിവസം കൂടിയാണ്. അങ്ങനെ ഞാനും ഫ്രണ്ടും സിസ്റ്ററും കൊച്ചും കൂടിയിട്ട് ചെനക്കത്തൂരേക്ക് വിട്ടുപിടിച്ചു. ആദ്യം അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ തൊഴാൻ നിന്നില്ല, നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങിട്ടോ. ഇന്ന് വേറെ നടക്കുന്ന തലേ ദിവസം ആയത് കാരണം കൊണ്ട് പല ദേശക്കാരൻ്റെയും പല പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് അത്യാവശ്യം നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല, എന്നെക്കാട്ടിയും ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഓരോ ദേശത്തിൻ്റെ പരിപാടികളും പിന്നെ കുതിരകളും കണ്ട് അടിപൊളിയായിരുന്നു. പലരും ആഘോഷിക്കുക. പിന്നെ അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കുറച്ച് നേരം കണ്ടു. ഈ കൃഷ്ണവിഗ്രഹം കാണാൻ നല്ല രസമാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കൃഷ്ണവിഗ്രഹം. എവിടെ പോയാലും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ മഞ്ചാടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിലൊക്കെ കയറി കേട്ടോ. ക്യാപ്പും അങ്ങനെ പലതും വാങ്ങാൻ കയറി. പിന്നെ നമുക്ക് വേലപ്പറമ്പിൽ അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ പോയി പറഞ്ഞാൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡാണല്ലോ. ഫുഡ് അപ്പോൾ ഐസ്ക്രീം കഴിച്ചായിരുന്നു. പിന്നെ അത് മാറാതെ എനിക്ക് സ്പൈസസ് ആയിട്ടുള്ള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കോളിഫ്ലവർ വറുത്തതും വാങ്ങിച്ചു. പിന്നെ ഒരു ചായയും കുടിച്ചു. കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പൂരപ്പറമ്പെന്ന് കിട്ടുന്നതൊക്കെ ഒരു പ്രത്യേകതരം ടേസ്റ്റ് തന്നെയാണ്. അതും കഴിച്ചുകൊണ്ട് കുറച്ച് നേരം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എക്സിബിഷൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. യന്ത്രൂഞ്ഞാലും പിന്നെ കുട്ടികൾക്ക് കളിക്കാവുന്ന കുറേ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പലതിൻ്റെ പേര് പോലും എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ചൊന്നും കയറിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടാറ്റ ബൈ ആയിരുന്നു. നേരെ വന്നു ഫുഡ് കഴിക്കാൻ കയറി ഹോട്ടലിൽ. ഞാൻ പൊറോട്ടയും എഗ് റോസ്റ്റാണ് കഴിച്ചത്. കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. അത്രയ്ക്ക് വലിയ ഇഷ്ടമായൊന്നുമില്ല. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ഓക്കെ, ടാറ്റ ബൈ, സീ യു.